അജു ആ ഒബ്സർവേഷനിൽ ഈ ക്യാരക്ടറിനെ കൃത്യത എന്ന് പറയുന്നൊരു സാധനമൊന്നുമില്ല. എന്താണ് ഇയാൾ അവസാനം ഇത് കഴിഞ്ഞിട്ടും സിനിമ കഴിഞ്ഞിട്ടും എനിക്ക് ഇയാൾ ആരാണ് എന്നുള്ളത് പിടികിട്ടിയിട്ടില്ല. അതെ, കെട്ടവനാ നല്ലവനാന്ന് അറിഞ്ഞുകൂടാ. ശരിക്കും അതിനകത്ത് ചില സ്ഥലത്തൊക്കെ നല്ല തീരുമാനങ്ങളൊക്കെ അയാൾ എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് അയാൾ വില്ലനാണ്. ഒരു വില്ലനിസമാണ് നമുക്ക് കൂടുതൽ. നമ്മൾ കാണുന്ന കുട്ടികളുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. കാരണം നമ്മൾ കുട്ടികളുടെ കൂടെയാണ്, അതിൽ ഓരോരുത്തരാണ് നമ്മളൊക്കെ. അപ്പം ആ മീറ്റർ അങ്ങനെ തന്നെ പിടിക്കാമെന്ന് എങ്ങനെയായിരുന്നു ഡിസ്കഷൻ? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ ടീം ഇവര് എൻ്റെ ഉള്ളിലെ ഒരു ആക്ടർ ഈഗോ കില്ല് ചെയ്ത വ്യക്തികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അപൂർവ സംഗീതം എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ് കണ്ടു. കമൽഹാസൻ സാറും സംഗീതം ശ്രീനിവാസ റാവു സാറും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിട്ട് മണിരത്നം സാർ, അങ്ങനെ വൈരമുത്തു സാർ, അങ്ങനെ കുറേ പേരുണ്ട്. അതിൽ വൈരമുത്തു സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചേട്ടൻ്റെ ഒരു കഴിവിൽ ഞാൻ മതിമറക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്ര വലിയ കഴിവുള്ള ഒരു കാര്യം ചെയ്യുന്നു. ചിലർക്കത് പറയാൻ പ്രൈസ് ചെയ്യാൻ അറിയാം, പാരാട്ടാൻ അറിയാം, തമിഴിൽ അല്ലെങ്കിൽ അതൊന്ന് അഭിനന്ദിക്കാൻ അറിയാം. ചിലർക്ക് ആ ഭാഷ അറിയില്ല, അത് അസൂയയായി മാറാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ജലസി ഫീൽ വരാം. ബേസിക്കലി എന്താണ് അത്, മറ്റേയാളെ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ആക്ടേഴ്സ് ഈഗോ എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ സംവിധായകൻ ആവശ്യപ്പെടുന്നത് നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്ന ഒരു ഈഗോ ആയിരുന്നു എനിക്കത്. ഇപ്പോൾ ഒരു ടേക്ക് വിളിച്ചു, 2 ടേക്ക് വിളിച്ചു, 3 ടേക്ക് വിളിച്ചു, 4 ആകുമ്പം നമ്മളെ കൊണ്ട് ഇത്രയും ഒന്നെങ്കിൽ പറ്റൂ, ഇനിയും വിളിക്കുന്നത് എന്തിനാടോ എന്നുള്ളൊരു തോന്നൽ. അല്ല, ചിലപ്പോൾ നമ്മൾ ജെന്യുവനായിട്ടും എന്തോ ഭാഗ്യം കൊണ്ടൊരു നമുക്ക് തോന്നുന്നു ഇതിന് കറക്റ്റ് രീതി ഇതാണ്, എന്നാൽ ഒന്നുകൂടെ വിളിക്കുന്നത് എന്തിനാ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പം അത് എന്നിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കിയ പടമാണ് ഇവര് വന്നിട്ട് അടിപൊളിയായിരുന്നു. ഞാനിപ്പം എന്താ ശ്രീകുട്ട ഇന്ന് ക്ലാസ്സിൽ എന്താ നീ പുറത്തേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഇവർ വരും. അതിൽ ഈ പറഞ്ഞ പിള്ളേരൊക്കെ വന്നിട്ട്, ചേട്ടാ അതൊരു കാര്യം ചെയ്യാം, ഒന്ന് ചൂണ്ടി ചോദിക്കാമോ, എന്താ ശ്രീകുട്ട ഇന്നെന്ത് പറ്റി? അപ്പം അതെടുത്തേക്ക് എടുക്കും. ചേട്ടാ ഒരു കാര്യം ചെയ്യാമോ, പക്ഷേ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചോദിക്കുമോ, എന്താ ശ്രീകുട്ട എന്ത് പറ്റി? അപ്പം വീണ്ടും വരും. അപ്പം എന്താ ചേട്ടാ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടൊന്ന് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട്, അപ്പം ഞാൻ ഒന്നിട്ട് എന്താ ശ്രീകുട്ട എന്ത് പറ്റി എന്ന് ഇവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരാൾ കൈപൊക്കിക്കും, ഒരാൾ പിരികം, ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ക്ലേയിൽ പണിയുന്നൊരു വ്യക്തി അല്ലേ, ഒരു ശില്പി, അല്ലെങ്കിൽ ഇപ്പോൾ കല്ലിൽ കൊത്തുപണി ചെയ്യുന്നൊരു ശില്പി, അയാൾ നിന്ന് കൊത്തിട്ട് മാറി എന്നിട്ട് ശരിയായിട്ടില്ലയോ, ഇത് അവിടെ ലിറ്ററലി എന്നിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു, ചെയ്യുമായിരുന്നു. അതിന് ഞാൻ നിന്നു കൊടുത്തു, ഞാൻ ലിറ്ററലി നിന്നു കൊടുത്തു. എന്താ ചെയ്യട്ടെ, കാര്യം അതിന് എനിക്കുള്ള ന്യായം ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള, അത് ഒരു മെറിറ്റായിട്ട് ഞാൻ പറയല്ല, ഒരു തിരക്കഥ മുഴുവൻ കൺസീവ് ചെയ്ത് കൊണ്ടു നടക്കാനുള്ളൊരു കപ്പാസിറ്റി എൻ്റെ ബ്രെയിനില്ല, എൻ്റെ ഓർമ്മയ്ക്കില്ല. അപ്പം കഥയും പരിസരവും എൻ്റെ അതാണല്ലോ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. സംവിധായകൻ ചെയ്യാൻ പോണ സിനിമയുടെ ആകത്തുക എനിക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ അത് മാത്രമേ കൂടുതലും ശ്രദ്ധിക്കാറുള്ളൂ. ഞാൻ മനസ്സിലാക്കി, ഇത്രയും പേര് എത്രയോ നാളായിട്ട് എന്നോട് 2020 കഥ പറഞ്ഞ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന 2022 അതിന് മുന്നേ എന്താണ് ഇവർ കൺസീവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. ഇത്രയും ഇവർ ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തല്ലേ, പിന്നേക്കാളും നന്നായിട്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവരെ വിശ്വസിക്കുക, അതാണല്ലോ ഏറ്റവും നല്ലത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവരെനിക്ക് തരുന്നുണ്ട് ഫ്രീഡം, എൻ്റെ രീതിക്കും ചെയ്തോളൂ, എന്നിട്ടാണല്ലോ അവർ കറക്ഷൻസ് പറയുന്നത്. അതിൽ ഏറ്റവും നല്ലത് കിട്ടുക എന്നുള്ളത് ആർക്കാ ഗുണം ചെയ്യുന്നത്? എൻഡ് ഓഫ് ദ ഡേ എനിക്കാണ്. സോ അത് എന്നിൽ ഒരു ചേഞ്ചായിരുന്നു. അത് ഞാൻ എവിഡൻ്റ് ആയിട്ട് എനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പിന്നുള്ള സിനിമകളിൽ. നമുക്കിപ്പോൾ ഇറിറ്റേഷൻ വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. 10-20 ടേക്ക് വിളിച്ചതിൻ്റെ 21 വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലേ തോന്നും. അതൊന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട്, ആ തോന്നൽ വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് വേണ്ടിയാ എന്നുള്ളതിലോട്ട് എനിക്കത് ആവശ്യമായിരുന്നു ആൾറെഡി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ അഹമ്മദിൻ്റെ സെറ്റിൽ പോകുന്നത്, കേരള ക്രൈം ഫയൽസിന്. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഫീനിക്സ് ചെയ്തപ്പോഴും ഹെൽപ്പ് ചെയ്തു, ഇപ്പോഴും ഇറ്റ് ഹെൽപ്സ്. അപ്പം ഇതൊരു കൊടുത്തു വാങ്ങൽ പ്രോസസ്സായിട്ട് കുറച്ചുകൂടി എൻജോയബിൾ ആക്കി മാറ്റി എനിക്ക് അവരത്.
ഈ കേരള കഫേയിലെ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കാലഘട്ടത്തിൽ സുരാജേട്ടൻ്റെ ഒരു മാറ്റമുണ്ട്. സുരാജേട്ടൻ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഒരു സ്റ്റാർഡമുണ്ട്. അതുവരെ എത്തുന്ന പുള്ളിയുടെ ഒരു മാനറിസത്തിൽ തന്നെ ഇല്ല വർത്തമാനത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അജുവിൻ്റെ കാര്യത്തിലും അജുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വർത്തമാനത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് അജു കുറച്ചുകൂടെ ഇപ്പോൾ അജു ധ്യാന് അങ്ങനെയൊക്കെ കോംബോ ഇരുന്നിട്ട് വർത്തമാനം പറയുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് കുറച്ചുകൂടെ കാര്യഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരാളിലേക്ക് മാറിയതായിട്ട് അജു തന്നെ സ്വയം പറയാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് വസന്തമാണ് എന്ന് പറയുന്നത് അതൊരു തരം ഒരു പ്രഖ്യാപനമാണ്. കാരണം എന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് പറയുന്നതിൽ ഒരു ട്രോളും കൂടെ ഉണ്ട്. ട്രോളിൻ്റെ സ്വഭാവം ഉള്ളപ്പോഴും അതിലൊരു കാര്യഗൗരവമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയാൻ ഇഷ്ടം, ഇപ്പം നിങ്ങളിത് കേൾക്കൂ, ഇത് ഞാനാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഷയുന്നുണ്ട്. ഈ മാറ്റം സിനിമയുടെ എടുക്കുന്ന കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, സിനിമ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അജു ന്യൂജനായിട്ട് അവതരിപ്പിച്ചതാണ് ഗഗനചാരിയിലെ വൈബ്. ആ പടം തന്നെ ഒരു പുതിയ ജനറേഷൻ സിനിമയാണ്. എല്ലാ അർത്ഥത്തിലും നമുക്ക് ന്യൂ ജെൻ എന്ന് വിളിക്കാവുന്ന ജനറേഷന്. കാരണം സാങ്കേതികതയെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും അതിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും നമുക്ക് പുതിയ, അതായത് പഴയ വഴികളില്ലാത്ത ഒരു പുതുമ തേടുന്ന ഒരു സാധനമാണ്. ആ വൈബിനെ അവതരിപ്പിക്കുന്ന സമയത്ത് അജു ചിലപ്പോൾ എഫർട്ട് എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ടോട്ടാലിറ്റിയിൽ നമുക്ക് കിട്ടിയ ഒരു സുഖമുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ കുറേ കോമഡി ഉണ്ട്. അത് അങ്ങനെ തന്നെ വരുമെന്ന് അജുവിന് പ്ലാൻ ചെയ്യുമ്പോൾ അറിയായിരുന്നു. അരുൺ ചന്തു വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ഒരു തരത്തിൽ സുഹൃത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ലേണിംഗ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് കരിയറിൽ. പുള്ളിയുടെ ഒരു എസ്തറ്റിക് സെൻസും പുള്ളിയുടെ ഒരു മ്യൂസിക്കിനെ കുറിച്ചുള്ള ധാരണയും ഒക്കെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. തട്ടത്തിൻ മറയത്തിൻ്റെ പോസ്റ്റർ ചെയ്യുമ്പം എൻ്റെ മുറിയിൽ താമസിച്ചിരുന്നതാണ്. അപ്പം സാജൻ ബേക്കറി ചെയ്തു, സായന വാർത്തകളിനെ അഭിനയിച്ചു, അങ്ങനെ ഗഗനചാരി വരെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഞാൻ ഇതും പറഞ്ഞിട്ടുള്ള അവൻ്റെ ചില വട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വട്ടുകളുടെ ഫാനാണ് ഞാൻ. അപ്പം ഇതും അങ്ങനെ വന്നൊരു അവർ കോവിഡിൻ്റെ സമയത്ത് പ്ലാൻ ചെയ്ത് സാജൻ ബേക്കറിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് പ്ലാൻ ചെയ്തൊരു ടീമാണ്. അരുൺ ചന്തും സായും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അവരവിടെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ബോധറിയാതെ സാജൻ്റെ വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഒരു ക്യാരക്ടർ പുള്ളി ഏൽപ്പിക്കുമ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് പുള്ളിയിലുള്ളത്, എന്നെ നന്നായി അറിയാവുന്നതുണ്ട്, എൻ്റെ ചേഷ്ടകൾക്ക് പുള്ളിക്ക് നല്ല ധാരണയുണ്ട്, ഏത് എക്സ്ട്രാക്ട് ചെയ്യണമെന്ന്. ഗഗനചാരിയുടെ കേസിൽ ഞാൻ വൈബ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. പുള്ളി പറയുന്നത് ചെയ്തു. അവൻ്റെ അടുത്ത് പിന്നെ ഞാൻ തർക്കിച്ചാലും ചെയ്യും. അത് അറിയാവുന്നത് കൂടെ തർക്കിക്കും, ഞാൻ തർക്കിക്കും. എൻ്റെ തർക്കത്തിന് ന്യായമുണ്ടെങ്കിൽ അത് പുള്ളി എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയാണ്. ഇതിൽ വന്നപ്പോൾ എനിക്ക് ക്ലൂലെസ് ആണ് ഇതിൻ്റെ കാര്യം. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഇല്ലല്ലോ, ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ പോസ്റ്റിലും VFXലും വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ടെറൈൻ ഭയങ്കര പരിചിതമല്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ അധികം സിനിമകൾ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഇത് ഫ്യൂച്ചറാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒരു സിനിമ വ്യൂയിങ് ഓഡിയൻസിലോട്ട് കണക്ട് ആവുന്ന ഒരു സിനിമയാണെന്നുള്ള ധാരണ ഇവരെ എനിക്ക് നന്നായി തന്നു. വിച്ച് വാസ് കൺവിൻസിങ്. എന്നാൽ അതിനോടൊപ്പം ഭാഗമാകുക, അതേ ഉള്ളൂ. പല സാധനങ്ങളും എനിക്ക് ഷൂട്ടിംഗ് അല്ല, പടം പിന്നെ കണ്ടപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലാവാത്തതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ റിസീവ് ചെയ്തിട്ട് ഈ നോൺ മലയാളി ഓഡിയൻസിൽ നിന്ന് വരുന്ന റെസ്പോൺസ് ഒക്കെ എന്നെ ഭയങ്കര അതിശയിപ്പിച്ചു. കേരളത്തിൽ അങ്ങനത്തെ ഒരു ബിഗ് ക്രൗഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത്. മിഥുൻ മാനുവൽ തോമസ് അവെഞ്ചേഴ്സിന് രാവിലെ 6 മണിക്ക് എന്തോ 5 മണിക്ക് എന്തോ ഫാൻ ഷോ കാണാൻ പോയിരുന്നു. ഞാൻ അങ്ങനത്തെ ഭയങ്കര രാവിലെ അങ്ങനെ പോയി കാണുന്ന ഒരാളല്ല. പക്ഷെ ആ ജോണർ സിനിമയ്ക്ക് ഈ ഇത്രയും ക്രൗഡും ഓഡിയൻസും ലവേഴ്സും ഉണ്ടെന്നുള്ളത് ഗഗനചാരിയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് മറ്റ് ഭാഷകളിലെ ഓഡിയൻസസ് നിന്ന്. അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇപ്പം ഞാൻ ചന്തുവിനോട് ഇതേപോലെ പറയുന്നത്, എനിക്ക് പൂർണ്ണമായിട്ട് അത് മനസ്സിലായില്ലെങ്കിലും നീ ചെയ്തെന്തോ വലിയ കാര്യമാണെന്ന് ഞാൻ മനസ്സിലായി. കാര്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ ഞങ്ങളൊക്കെ തിയേറ്ററിൽ ഉള്ളു തുറന്ന് പൊട്ടിച്ചിരുന്ന ആണല്ലേ, ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ പുതുമയാണല്ലോ, പുതുമ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെയും കൂടെ ഒരു അഡ്രിനൽ റഷ് ഉണ്ടായിരുന്നു. അത്രയ്ക്കും രസമായിരുന്നു. എസ്തെറ്റിക്സിൽ നല്ല സെൻസ് ഉള്ള ആളാണ്. പിന്നെ ഞാൻ ബേസിക്കലി എന്നെ കാണുന്ന ടൂളാണ്. ഇപ്പം ഈ ചെയർ, ഈ ഒരു ഫ്രെയിമിൽ തരുന്ന പ്രോപ്പർട്ടി ഇൻ്റലിജൻസോ അല്ലെങ്കിൽ കോമൺ സെൻസോ ഉള്ളൊരു പ്രോപ്പർട്ടി. അതാണ് ഞാൻ എന്നെ കാണുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ വരുന്ന വ്യക്തിയായിട്ട്. ഇതിൽ നിന്ന് വ്യത്യാസമുള്ളത് ഒരു കോമൺ സെൻസ് ഉണ്ടാവാം, അല്ലേ?
അതേ ഉള്ളൂ. അല്ലാതെ ഒരു ഡയറക്ടറിന്റെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ഞാൻ എന്നെ കാണാറുള്ളൂ. ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് കാല് പൊക്കി വെച്ചിട്ട് ഇനി ചേട്ടൻ കാല് പൊക്കി വെച്ചിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതല്ല ട്രോളാൻ വേണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ട്രോളരുത്. ഞാൻ ഇങ്ങനെ കാല് പൊക്കാൻ വന്ന പെട്ടെന്ന് ഓർത്ത് ഇനി വേണ്ട 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 പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേട്ടാ, വെറുതെ കാലൊന്ന് മാറ്റി വെച്ചതാ. സത്യത്തിൽ കാല് ഉയർത്തി വെച്ചത് കൊതു കടിച്ചിട്ടാണെന്ന് പറയുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ കാല് ഉയർത്തി വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, ഞാൻ ആ വീഡിയോ കണ്ടില്ല പക്ഷെ ഈ ട്രോൾസ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂ ആണ് ഡിസ്കസ് ചെയ്തപ്പം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതൊന്ന് ചെയ്യണം. റോൾ ഇപ്പൊ അജുവിന് കിട്ടിയിട്ടുള്ളത് കണ്ടുകൊണ്ടേൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ട്രോള് വന്നേക്കുന്നത്. അത് എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ ആൾക്കാർ അടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. കമന്റ്സ് അഡ്മിൻ അയച്ചത്. എന്റെ അഡ്മിൻ അങ്ങനെ ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ട്. സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കാറില്ല, വേറൊന്നും കൊണ്ടല്ല. ഫേസ്ബുക്ക് പിന്നെയും ഇടയ്ക്ക് നോക്കും, കാര്യം അതിൽ എഴുതി വരുന്നത് കൊണ്ട്. മറ്റേത് നമുക്ക് വലിയ ലേണിംഗ് ഇല്ല. വസന്തമാണല്ലോ ബേസിക്കലി, അപ്പൊ പിന്നെ ഇത് കണക്ട് ആവുമല്ലോ. കമന്റ്സിൽ എന്റെ അഡ്മിൻ ഒരു ക്വാളിറ്റി ഉണ്ട്, എല്ലാ നെഗറ്റീവും എന്നെ എത്തിക്കും. അങ്ങനെ ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മുഹമ്മദ് 11-12 വർഷമായി. ഇവരുടെയൊക്കെ ഭയങ്കര ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ എന്നെ കുറിച്ച് നല്ലതൊന്നും എൻ്റെ ജെയ് പറയില്ല, കൂടുതൽ നേരം ക്രിറ്റിസിസം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിലെ ഈ റിവ്യൂവേഴ്സ് വന്നപ്പോൾ എനിക്ക് വലിയ പുതുമ തോന്നിയില്ല. അവരും കുറ്റം പറഞ്ഞു, ഇവരും കുറ്റം പറഞ്ഞു. എനിക്കിത് പരിചിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പണ്ട് തൊട്ട് എല്ലാവരും പറയണം, ഇവരും പറയുന്നുണ്ട്. കോളേജിൽ പഠിച്ചപ്പോഴും എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ തന്നെയായിരുന്നു, വളരെ ബ്ലണ്ടായിട്ടുള്ള സത്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പം ഈ കണ്ടുകൊണ്ടേനെന്ന് പറയുന്നത് എൻ്റെ അതർ സൈഡ് പറഞ്ഞ പവിത്രം പക്ഷേ എന്നൊക്കെ പറയുന്ന മഹാ ബ്യൂട്ടിഫുൾ റൊമാൻസ് ഉള്ള സിനിമകളായിട്ട് ഞാൻ കാണുന്നു. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലൈമാക്സിങ് അല്ലേ, അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സിനിമകളിൽ ത്രില്ലായി പോയി. ഒരു 20-24 വർഷം മുന്നേ ഇറങ്ങി, 23 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ് കണ്ടുകൊണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 ആണെന്ന് തോന്നുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫോണിൽ ഈ ക്ലിപ്പ് സേവ്ഡാണ്. അന്ന് ഫോണില്ല, ഫോൺ വന്ന കാലം ഡൗൺലോഡ് ചെയ്യാവുന്ന കാലം തൊട്ട്. പണ്ടൊക്കെ നമുക്ക് ഇത് കാണണം, VCR കാണണം, പിന്നെ നമുക്ക് യൂട്യൂബ് വന്നപ്പോൾ അതിൽ കാണാൻ തുടങ്ങി. ഇപ്പം നമുക്ക് എടുത്തു വെക്കാൻ നോക്കുമ്പോൾ ഞാൻ വെച്ചിട്ടുള്ളൊരു ഫോണിലൊരു ക്ലിപ്പാണിത്. ബിക്കോസ് ഹൈറ്റ്സ് ഓഫ് റൊമാൻസ് ആണ് അതിൽ ബാല എന്ന് പറഞ്ഞ ക്യാരക്ടറായി മമ്മൂക്ക ജീവിച്ചേക്കുന്നത്. അപ്പോൾ അത് എന്നിൽ അത്രയും ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫാൻ. അപ്പോൾ ഈ ടോപ്പിക്ക് വന്നപ്പോൾ നാച്ചുറലി കോമാളിത്തരങ്ങൾ കാണിച്ച് ചളിയാവുന്നു, ആൾക്കാർക്ക് വെറുപ്പുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ സുരാജേട്ടൻ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാര്യം പുള്ളി നമ്മുടെ മുന്നിൽ നമ്മൾ നോക്കിക്കാണുന്ന ഞങ്ങളുടെ മലർവാടി തൊട്ടിന് ഗുരുക്കന്മാരായി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് സീരിയസ് വേഷങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ കോപ്പി അടിക്കാതെ വേറെ വഴിയില്ലല്ലോ, ആദ്യമൊക്കെ പഠിക്കാതെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചകളിൽ ഇതിനൊരു വാശിയോ എന്തോ വന്ന് ഇത് ഞാൻ ചെയ്യാമെന്ന് ചെയ്തതാണ്. ഇത് ഷൂട്ട് ചെയ്ത് വെച്ചത് അരുൺ ചന്തു ആണ്, സാനിബികർ ഡയറക്ടർ. ഭഗത്തും ഉണ്ട് അവിടെ. കാരണം അവിടുത്തെ ഒരു ഡിസ്കഷൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ടോപ്പിക് വന്നത്. ഇത് പക്ഷേ ഞാൻ മറന്നുപോയി. കഴിഞ്ഞ വർഷമോ അതിന് മുമ്പിലത്തെ വർഷം എന്തോ ചെയ്തതാണ്. ഈ 14 വർഷം ഈ അടുത്ത് മനോരമയിൽ ഒരു ഫീച്ചർ വന്നപ്പം, നമ്മുടെ സുഹൃത്ത് ജെറിന് ഒരു ഫീച്ചർ ചെയ്തപ്പം ഈ ക്യാപ്ഷൻ ഇട്ടിട്ട് അവൻ അതിനെ അങ്ങനെ ആക്കി. ഇത് ഞാൻ അറിഞ്ഞില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഡ്മിനോടൊന്ന് പറ കൊളാബ് ഇട്ടിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം പിന്നെയാണ് ഞാനിത് അറിയുന്നത്. അപ്പം ആദ്യം ഞാനൊന്ന് ഭയന്നു, ഇതിനെ റോങ് ആയിട്ട് റീഡ് ചെയ്യാം അല്ലേ. എനിക്കുറപ്പല്ലേ ഇത് മത്സരിച്ചാൽ ഒരിക്കലും എത്താൻ പറ്റാത്തൊരു ബാലികേറാ മലയാന്ന് എനിക്കറിയാമല്ലോ, ഞാൻ അത്ര മണ്ടനല്ലല്ലോ. പക്ഷേ നമുക്കിരിക്കുന്ന എല്ലാം ബെസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതൊക്കെ എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാമല്ലോ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാമല്ലോ, അതിന് അത്രേ ഉള്ളൂ. പക്ഷേ ഓഡിയൻസ് ഭാഗ്യത്തിന് അതിനെ റോങ് ആയിട്ട് എടുത്തില്ല. അവരതിൻ്റെ ഫൺ സൈഡേ കണ്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഇനി സിനിമയിലൊക്കെ ശ്രമിച്ചുകൂടെ. പിന്നെ ഐശ്വര്യ ഇല്ലാത്തോണ്ടാ, ഉണ്ടായിരുന്നെങ്കിൽ അത്. ഇത് കഴിഞ്ഞപ്പോൾ നിവിൻ എന്നെ വിളിച്ചൊരു ഐഡിയ പറഞ്ഞു. ആ സാധനം എനിക്ക് ഇഷ്ടമായി. ഇത് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തല്ലോ, വേറൊരു കോണ്ടെക്സ്റ്റിൽ ചെയ്തതിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്തല്ലോ എഡിറ്റിലൂടെ. ഇപ്പൊ നിവിൻ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറൊരു ആംഗിൾ പറഞ്ഞു, വേറൊരു കണ്ടന്റ്. അപ്പൊ
ഞാനത് ചിലപ്പോൾ ചെയ്യും. ആ, അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കാം. അതെ. പക്ഷേ ഈ ട്രോളുന്നതിനെയും ഭയങ്കര രസമായിട്ട് സ്വാഗതം ചെയ്യുന്നത് പോലെ തന്നെ റിവ്യൂവേഴ്സിനെ പേടിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷത്തിലെ അഭിനയത്തിൽ ആ സീൻ അഭിനയിക്കുന്ന സമയത്ത് വിനീതിനോട് ഡിസ്കസ് ചെയ്തു അത്രേ, അതിനിപ്പോൾ അശ്വന്തൊക്കെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ആ അഭിനയത്തെ പോലും അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അജു അങ്ങനെയൊക്കെ സ്വാധീനിക്കുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ റിവ്യൂസിന് അത്യാവശ്യം ചേർന്ന് പോകുന്ന എൻ്റെ റിവ്യൂസ്, നിങ്ങൾ ഒപ്പത്തിനൊപ്പമാണ്. എൻ്റെ റിവ്യൂവും പുള്ളിയുടെ ഒക്കെ ചെറുതായിട്ട് മാച്ച് ആയി പോകാറുണ്ട്. ചിലതൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ മാറിപ്പോകാം, പക്ഷെ സോ എനിക്ക് അതുകൊണ്ട് തന്നെ പുള്ളി എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. അങ്ങനെ ഒരാള് ഇപ്പൊ ഞാൻ പറയട്ടെ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ എനിക്ക് ഓക്കെയാ. സോ ഇറ്റ് വിൽ ഹെൽപ്പ് മീ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷത്തിന് അത്രയും മതി എന്നുള്ളത് എൻ്റെ ഒരു മുൻവിധി. ഇതുകൊണ്ട് വരാൻ കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത്. ഞാൻ ഭാഗമാവുന്നത് എല്ലാ സിനിമയെന്നും ഞാൻ പറയുന്നില്ല, ഭാഗമാവുന്ന കൊമേഴ്ഷ്യൽ സിനിമകൾ ഓഡിയൻസസിന് വേണ്ടിയിട്ടാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ഭാഗമാവണ്ടല്ലോ. നമ്മളിവിടെ ഇല്ലല്ലോ, നമുക്ക് പ്രസക്തി പോലും ഇല്ല. അപ്പോൾ യെസ്, അവിടെ ഒരാൾ സെൻസിബിളായിട്ടെന്ന് എനിക്ക് തോന്നി എന്നെ അനലൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളിൽ ഞാൻ അതിൽ നിന്ന് പിക്ക് ചെയ്തെന്ന് മാത്രം. അതേപോലെ തന്നെ നിങ്ങളുടെ കോമ്പോസിലെ എല്ലാവരും ഓപ്പൺനെസ്, ഇപ്പം ട്രോളുന്നത് പോലും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങ് ട്രോളും, നേരിൽ പറയുന്നത് പോലെ തന്നെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ട്രോളും. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മമ്മൂക്കയും ലാലേട്ടനൊന്നും സത്യത്തിൽ പരസ്പരം ട്രോളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒക്കേഷൻസിലൊക്കെ ആയിരിക്കും, സ്കിറ്റിൻ്റെ രൂപത്തിലേക്കായിരിക്കും. നിങ്ങളല്ലാതെ തന്നെ ട്രോളുന്നുണ്ട്. അതൊരു പുതിയ തലമുറയുടെ നന്മ കൂടിയാണ്. പരസ്പരം ഉള്ള കാര്യങ്ങൾ ട്രോളി തന്നെ പറയുമ്പോൾ അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ധ്യാന ആയിക്കോട്ടെ, അജു ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങൾ ഇപ്പോൾ വിനീതിനെയൊക്കെ ഇപ്പോൾ വിനീത് ഗുരുവായി കാണുന്ന അവസരത്തിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ട്രോൾ എൻജോയ് ചെയ്തു. അതെ, വിനീതിനൊപ്പം ഞാനും ധ്യാനം ഇരുന്ന് ക്യാരവനിലിരുന്നിട്ട് നമ്മളുടെ കുറിച്ച് വന്ന ട്രോൾസ് ഒക്കെ നമ്മളിരുന്ന് കണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു ഞാൻ ഇതിനു മുന്നേ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മൾ ഭയങ്കര വിജയങ്ങളെ ചിലപ്പോൾ പിന്നെ മറന്നേ പോകും. എനിക്ക് തോന്നുന്നില്ല, വിജയം വളരെ കുറച്ച് പേരെ ചിലപ്പോൾ അങ്ങനെ ഞാനൊന്ന് വിജയിച്ചിരുന്നു കേട്ടോ. അത് നമുക്ക് പിന്നെ തമാശ പറയാനും ചിരിക്കാനും പറ്റുന്ന എപ്പോഴും പരാജയങ്ങളല്ലേ, ആ അബദ്ധമല്ലേ. അപ്പം അതുകൊണ്ട് അതിനെ ആ ഇതിൽ തന്നെ കാണാം. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറായിരുന്നു ആടിലെ പൊന്നപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. സത്യത്തിൽ ആടിലെ പൊന്നപ്പൻ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറായി മാറി. എന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൽ തന്നെ സർബത്ത് സമീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ആടിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പോർട്രേ ചെയ്തതെന്ന് പറഞ്ഞാൽ അത്രയും രസമായിട്ടാണ്. എല്ലാവർക്കും ഇൻട്രോ സോങ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പൊന്നപ്പനും ആ പെൺകുട്ടിയുണ്ട് മേരി, മേരി പോവല്ലേ എന്നൊക്കെ പറയുന്ന ഡയലോഗാണ് അതിൽ ഏറ്റവും ഹിറ്റായി മാറിയ ഡയലോഗ്സ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഒരു കാരിക്കേച്ചർ പോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ നമ്മളെ ട്രോളാൻ വേണ്ടിയിട്ട് തന്നെ അജു ചിലപ്പോൾ അത് ഉപയോഗിച്ചേക്കാം ആ ക്യാരക്ടർ. അങ്ങനെ ഏതെവിടെയെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞു. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. അജുവിൻ്റെ ഒരുപാട് പടങ്ങൾ എടുക്കുമ്പോഴും ഒത്തിരി നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ളപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് പടങ്ങൾ ചെയ്തപ്പോഴും ഈ പൊന്നപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് എനിക്ക് ഇഷ്ടം കൂടുതലുണ്ട്. മനസ്സിലായോ? അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറല്ലേ? എനിക്ക് ഒന്നുമില്ലതില്ല, ഗസ്റ്റ് പോലെ വന്ന് മണ്ണിൽ ചെയ്തു. പക്ഷെ അതെന്താണെന്നറിയോ, ഷാജി പാപ്പൻ്റെ അത്രയും ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ മേരി ചതിക്കുന്നത് ഈ തെണ്ടി കാരണമാകുമ്പോൾ ഈ ഫ്രാഡുകളുടെ ഒരു ക്യാപ്സൂളാണ്. മനസ്സിലായോ? ടിപ്പിക്കൽ നമ്മൾ കണ്ട് ശീലിച്ച ബോയിങ്ങിൻ്റെ ഒക്കെ ഒരു ക്യാപ്സൂൾ വേർഷൻ അല്ലെ, ന്യൂജൻ വേർഷൻ ആണത്. വ്യക്തിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, ആ സിനിമയുടെ ഒക്കെ ഉള്ള ഫ്രാഡിസം. അപ്പൊ അത് പൊന്നപ്പനിൽ നന്നായിട്ടുണ്ട്. അത് മിഥുൻ റൈറ്റായിട്ട് യൂസ് ചെയ്തു. ആ ഗെറ്റപ്പ് കൊടുത്തത്, റോണക്സ് ഒരു ഫ്രഞ്ച് ബിയേർഡ് വെച്ച് തന്ന് ഒരു മുടി ഒരു വിഗ്ഗൊക്കെ വെച്ചിട്ട് ഇട്ടിട്ട് മിഥുൻ പറഞ്ഞ ഒരു ഇച്ചിരി ഒന്ന് ഇളകി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ആ വേഷവും മഞ്ഞ ഷർട്ടും ആ ബാഗും അത് അവരുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. പക്ഷെ ആ ചെറിയ സമയം കൊണ്ട് അത്രയും ഹൈപ്പ് ഉണ്ടാക്കാൻ ആ ക്യാരക്ടറിന് പറ്റി. അത് ചിലയിടത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചില കീ പോയിന്റ്സിൽ ആക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ഉടനീളം ചെയ്യുന്ന ക്യാരക്ടറിനേക്കാളും കൂടുതൽ എഫക്റ്റ് വരും. അത് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അങ്ങനെ വായിച്ചിട്ടായിരിക്കില്ല, വായിക്കുന്ന പൊതു സ്വഭാവം ഇല്ല പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങിപ്പോയ പിന്നെയും ക്രിറ്റിസിസം വന്നു. ഇത് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ട്
ഭയങ്കര ഒരു അൺപ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാ. ഞാൻ പറഞ്ഞു അത് അൺപ്രൊഫഷണൽ അല്ല, പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ സമയത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു, അയാളെ ഞാൻ വിശ്വസിക്കുന്നു, അയാൾ എന്നെ വിളിക്കുന്ന അയാളുടെ സിനിമയിൽ അഭിനയിക്കാനാണ്. ഞാൻ നായകനായിക്കോട്ടെ, നായക നടനില്ലെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പുള്ളിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രൈമറിലി ഞാൻ ചെയ്യേണ്ട കാര്യം അല്ലേ. പിന്നെ ഞാൻ ഡയറക്ടേഴ്സ് ചെയറിൽ ഇരിക്കുന്നില്ലെങ്കിൽ ആ സിനിമയുടെ ഭാരം ഞാൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഒരു വീട് പണിതു, ആ വീടിൻ്റെ ഗുണവും ദോഷവും ആ വീടിൻ്റെ ഭിത്തിയിലിരിക്കുന്ന ഇഷ്ടികയ്ക്കല്ലല്ലോ, കോൺട്രാക്ടർക്കല്ലേ കിട്ടുന്നത്. അതിൻ്റെ പേരോ അല്ലെങ്കിൽ ദുഷ്പേരോ. ഇഷ്ടിക എന്ത് ചെയ്യാൻ? ഇഷ്ടിക എവിടെ വെക്കണമെന്ന് ഫിക്സ് ചെയ്യുന്നതും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരല്ലേ. പിന്നെ നമുക്ക് പരിചയമുള്ളിടത്ത് ചോദിക്കാം, ഞാൻ ഈ മതിലിൽ കയറിയിരിക്കട്ടെ, യെസ്, അതെൻ്റെ കൂട്ടുകാരുടെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കാം, ഇതിങ്ങനെ ചെയ്ത് നോക്കട്ടെ. എന്നാൽ ഫൈനൽ ഡിസിഷൻ ഞാൻ എപ്പോഴും തർക്കിച്ചാലും ഞാൻ അവർക്ക് വിടാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കൺവിൻസിങ് ആയിട്ട് അവരെ കൺവിൻസ് ചെയ്ത് അവരെടുക്കാറുണ്ട്. ഈവൻ ബേസിലിനോട് ഞാൻ മിന്നൽ മുരളിയിൽ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തപ്പോഴും, ചന്തുവിനോടാണെങ്കിലും വിനീതിനോടാണെങ്കിലും ഡെഫിനറ്റ്ലി അവർ കൺവിൻസിങ് ആണെങ്കിൽ അവരൊക്കെ എടുക്കും, അവരൊക്കെ റിസപ്റ്റീവാണ്. ഇല്ലെങ്കിൽ ഞാനിതിന് അവരുടെ ജോലി ചെയ്യണേ. എന്ത് പാടുപിടിച്ച ജോലി അത്, 10-21 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. അതൊരു ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രം അറിയാവുന്ന ഒരുത്തം വന്നിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഇപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടു, 2 പ്രാവശ്യം കേട്ടു, എന്നാലും ഒരിക്കലും ആ കൺസീവ് ചെയ്ത ആളുടെ അത്രയും ക്ലാരിറ്റി ആക്കി വരില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനതിൽ അഭിപ്രായം പറയാം, അത് നടക്കണമെന്ന് വാശി പിടിക്കരുത്. ഈ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലല്ലേ അസിസ്റ്റ് ചെയ്യാൻ പോയത്? അതെ അതെ, അത് നല്ല അനുഭവമായിരുന്നു എന്ന് പറഞ്ഞ സിനിമ കരിയർ വൈസ് അത് നല്ല അനുഭവമായിരുന്നു. നമുക്കിതിൻ്റെ ഒരു അതർ സൈഡിൽ അതർ എൻഡിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ധാരണ കിട്ടി. പക്ഷെ അല്ലാതെ എൻജോയ് ചെയ്തില്ല. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു, വിനീത് അന്നേ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും ആസ്വദിക്കില്ല, അത് കേട്ടില്ല. പക്ഷേ യെസ്, ഇന്ന് ഓർക്കുമ്പം ആ വേദന സുഖമാണ്. അന്ന് ആ വേദനയ്ക്ക് ഒരു സുഖമില്ലായിരുന്നു.